നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ആദ്യം ഇറക്കിയ നമ്മുടെ കില്ലാടി ബസ് ചെറിയ രീതിക്ക് സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണിച്ചു തരാനാണ് ചക്കത്. അപ്പോൾ ഒരു ലൈറ്റൊക്കെ മിന്നി വരുന്നുണ്ട്, ലൈറ്റൊക്കെ കത്തിച്ച് സീനാക്കി വരുന്നുണ്ട് ഗൈസ്. അയ്യോ നല്ല ലുക്കായിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി ഇങ്ങനെ കണ്ടെടുക്കാം. വണ്ടി വരുന്നതാണ് നല്ല ഭംഗിയാണ് ഗൈസ്, എന്ത് ഭംഗിയാണ്. പച്ച ടോപ്പിൽ പച്ച ലൈറ്റും മിന്നി കത്തുന്ന പർപ്പിൾ ലൈറ്റും പച്ച ലൈറ്റും നല്ല അടിപൊളിയായിട്ടുണ്ട്. ആദ്യം സ്റ്റിക്കർ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് എത്ര കണ്ട് ഇത് തോന്നിയില്ല ഗൈസ്, ഒരു ലുക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വീണ്ടും ഒന്ന് രമേശ് അണ്ണൻ്റെ കടയിൽ കൊടുത്ത് അണ്ണന് ഞാൻ പറയുന്നില്ല, പക്ഷെ അണ്ണ ഒന്ന് ലുക്കാക്കി തരണം. എനിക്ക് എങ്ങനെയെന്ന് പറയാൻ പറ്റുന്നില്ല, എനിക്കിതൊന്ന് ലുക്കാക്കി തരണം, അണ്ണനെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞു. അപ്പം അണ്ണൻ പറഞ്ഞു, ആടാ നീ എന്തായാലും വീട്ടിൽ പോയിക്കോ, നാളെ രാവിലെ എൻ്റെ വണ്ടി ഇവിടെ ലുക്കായി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ പോയി, പിന്നെ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ഉണ്ട് ഗൈസ്, പൊളിച്ചു, നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് ഈ വണ്ടീൻ്റെ ഒരു സ്റ്റിക്കർ വർക്കിൻ്റെ ഒക്കെ ഒന്ന് പറഞ്ഞുതരാം, പിന്നെ ഉള്ളിലത്തെ ലൈറ്റൊക്കെ ഒന്ന് പറഞ്ഞുതരാം സ്റ്റിക്കർ വർക്കിൻ്റെ പോലെ. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ടിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല, പിന്നെ ആ പേര് പച്ച കളർ മാറ്റിയിട്ട് ഒരു ബ്ലാക്കിലായിട്ട് മാറ്റിയിട്ടുണ്ട്, വൈറ്റും അങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ബിഗ് ഡോൺ എപ്പിക് വില്ലൻ ആക്കിയിട്ടുണ്ട്, ഞാൻ എപ്പിക് വില്ലൻ. പിന്നെ ഇതാ ആ വാതിലിൻ്റെ അവിടെ ഗൈസ് ഒരു ജോക്കറിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ആ ജോക്കറിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് വാതിലിൻ്റെ അവിടെ. പിന്നെ ഇതാ ഗ്ലാസ്സുമ്മേ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പേര് പോലെ, അതൊക്കെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പുറത്ത് വേറെയാണ്, പിന്നെ അതാ ഗൈസ് അപ്പുറത്ത് വേറെയാണ്. പിന്നെ തളപതി അവിടെ കില്ലാടിയായിരുന്നു, പിന്നെ അവിടെ തളപതി കൊടുത്ത് പിന്നെ ചെരിച്ചിട്ട് കില്ലാടിന്നാക്കി, നല്ല ലുക്കുണ്ട്. ആ ചെരിച്ചിട്ട് കില്ലാടിന്നാക്കിയപ്പോൾ നല്ല ലുക്ക് തോന്നി ഗൈസ്, നല്ല ലുക്കും അല്ലേ ഗൈസ്. പിന്നെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണ്, ഉള്ളിൽ ലേസറും ഇതൊന്നുമില്ല, MVD പോക്കും ഗൈസ്, നാട്ടിൽ മൊത്തം MVD അതുകൊണ്ടൊക്കെ അവിടെ വെച്ച് ലേസറൊന്നുമില്ല. പിന്നെ ക്യാബിൻ്റെ അവിടെ നല്ല ലുക്കാക്കിയിട്ടുണ്ട്, നല്ല അടിപൊളിയാണ് ഗൈസ്, അവിടെ നല്ല ലുക്കാക്കിയിട്ടുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ആ മാല നല്ല അടിപൊളിയാണ് ഗൈസ്, മാല കാണിച്ചു തരാം. അപ്പോൾ മാല ഞാൻ കാണിച്ചു തരാം. അയ്യോ പോയി, പിന്നെയും പോയി, പിന്നെയും പോയി ഗൈസ്, ഒന്ന് കാണിച്ചു തരാം. നല്ല പിന്നെയും പോയി. അതാ ഗൈസ്, ഇതാണ് മാല. DJ എന്നൊക്കെ എഴുതിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടീനെ പറ്റി പറയാനുള്ളത്. വണ്ടീനെ പറ്റി വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല, ഇത്രേ ചെയ്തിട്ടുള്ളൂ, നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളിൽ കാണിച്ചത് നമ്മൾ ഇത് വണ്ടി ഇറക്കുമ്പോൾ ഉള്ളിൽ കാണിച്ചിട്ടില്ല. ഇനി നമുക്ക് വണ്ടിയായിട്ട് റൗണ്ട് പോയിട്ട് വരാം, വണ്ടി പുറത്തേക്ക് ഇറക്കിയൊരു റൗണ്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം. റൗണ്ടല്ല, ഒന്ന് പുറത്തേക്ക് ഇറക്കാം, നമുക്ക് പുറത്തേക്ക് ഇറക്കാം. ഇതാണ് ഗൈസ് വണ്ടിയുടെ ക്യാബ്, ഞാൻ കാണിച്ചതാണ്. ക്യാബ് നല്ല ലുക്കായിട്ടുണ്ട്, നല്ല ലുക്കാണ് ക്യാബിൻ. നമുക്ക് വണ്ടി പുറത്തേക്ക് ഇറക്കാം ഗൈസ്, പുറത്തേക്ക് ഇറക്കാണ്. നമ്മൾ വണ്ടി ഇതാ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ വണ്ടിയടിച്ച്, അവനൊന്ന് നിർത്തിക്കൂടെ ഗൈസ്, അവൻ എന്ത് പണിയൊക്കെ കാട്ടി. എന്നാൽ അവനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം, എന്നാൽ അവൻ്റെ മുഖം അടിച്ച് പൊട്ടിക്കും ഗൈസ്. അല്ല പിന്നെ ഇറങ്ങടാ അങ്ങോട്ട് ഗൈസ്. അവനോട് പറഞ്ഞിട്ടുണ്ട്, അവനിൽ നിന്ന് പൈസ അത്യാവശ്യം നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്, കാരണം അവന് നിർത്തിക്കൂടെ ഗൈസ്, നമ്മൾ കളിക്കുന്നുണ്ടിട്ട് അവൻ കയറ്റി അടിച്ചിരുന്നു. അവൻ്റെ മുഖത്തൊക്കെ ഒന്ന് അടിച്ചിട്ട് പൈസ വാങ്ങി പോയി ഗൈസ്. നമുക്കെന്തായാലും ഇനി ഇവിടെ കണ്ട ഇവിടുന്ന് പോവാം ഗൈസ്.
അല്ലേ അവൻ വെറുതെ വന്ന് ചൊറിയ ഗൈസ്. അവൻ ഇങ്ങോട്ട് നല്ല മാറിയുണ്ട്. അപ്പോഴാണ് ഞാൻ മുഖത്ത് നോക്കി ഒന്നുകൊണ്ട് കൊടുത്തത്. അവനെ ഇടിച്ച് നമ്മൾ വഴിയും തെറ്റിപ്പോയി. നമുക്ക് അപ്പുറത്തോട്ടാണ് ഗൈസ് പോയത്. അതുകൊണ്ട് അത്യാവശ്യം പൈസ അവൻ്റെയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അവൻ അങ്ങനെ വിട്ടാൽ പറ്റൂല ഗൈസ്. ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. അവനോട് അവിടെ നിർത്തിയിടാൻ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാരൊക്കെ കൂടി അവനവിടെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസ് എന്തായാലും അവനെ പൊക്കിക്കൊണ്ട് പോകും. അവനെന്തായാലും പൊക്കിക്കൊണ്ട് പോകും. ഡാമേജ് ഒന്നും പറ്റില്ല. എന്നാലും അവനൊന്ന് നിർത്തിക്കൂടെ ഗൈസ്. പുതിയ വണ്ടിയായിരുന്നു, അത് നിർത്താതെ പോയി. എന്തായാലും നമുക്ക് റെഡിയാക്കാട്ട്. ചെറിയൊരു ഡാമേജ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ സ്റ്റോറി മോഡിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.